അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏപ്രിൽ മാസം 18-ാം തീയതി വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ എന്ന ഖുർആനിൻ്റെ നിർദ്ദേശം മുൻനിർത്തി പരദൂഷണം എന്ന മഹാവിപത്തിനെ കുറിച്ചാണ് ജുമുഅ ഖുത്ബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനോട് നിങ്ങൾ ഭക്തി പുലർത്തുക എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സത്യവിശ്വാസികളെ, മനസ്സുകളെ ദുഷിപ്പിക്കുകയും ഹൃദയങ്ങളെ നശിപ്പിക്കുകയും മനുഷ്യർക്കിടയിലെ സ്നേഹവെളിച്ചം കെടുത്തിക്കളയുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റിനെക്കുറിച്ച്, നീചമായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സദസ്സുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഏറെ വ്യാപിച്ചിരിക്കുന്ന അതിമാരകമായ ഒരു സാമൂഹിക രോഗമാണ് പരദൂഷണം. പരദൂഷണത്തിൽ നിന്ന് ഇന്നൊരാളും മുക്തമല്ല. ഒരാളുടെ നാവും അതിൽ നിന്ന് പരിശുദ്ധവുമല്ല. പരദൂഷണം വൻ പാപങ്ങളിലൊന്നാണ്, ഏറ്റവും നീചമായ ന്യൂനതകളിലൊന്നാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മൽതഖമ അഹദുൻ ലുഖ്മതൻ ശർറൻ മിൻ ഇഖ്തിയാബി മുഅ്മിൻ. ഒരു വിശ്വാസിയെ പരദൂഷണം പറയുന്നതിലേറെ ദുഷിച്ച ഒരു ഭക്ഷണവും ഒരാളും ഭക്ഷിച്ചിട്ടേയില്ല. കാരണം പരദൂഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ ഏറ്റവും മഹത്തരമായ അഭിമാനത്തിന്, അന്തസ്സിന്, സൽപ്പേരിന് നാം കളങ്കം വരുത്തുകയാണ്. പരദൂഷണം പറയുക വഴി ഒരു പിടി മാരകമായ രോഗങ്ങളുടെ പട്ടികയാണ് നാം തുറന്നു വയ്ക്കുന്നത്. പരദൂഷണം ഒരാളെ അപകീർത്തിപ്പെടുത്തുവാനും ഏഷണി പറയുവാനുമുള്ള മാർഗമാണ്. പരദൂഷണം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴിയാണ്. അപവാദ പ്രചരണങ്ങളുടെ ഉറവിടമാണ്. സത്യവിശ്വാസികളെ, ഇനി നമുക്കെന്താണ് പരദൂഷണമെന്ന് നോക്കാം. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവചിച്ചിട്ടുള്ളതുപോലെ പരദൂഷണമെന്നാൽ ദിക്റുക അഖാക ബിമാ യക്റഹ്. തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അവനിഷ്ടമില്ലാത്ത കാര്യം പറയലാണ്. സഹാബികൾ ചോദിച്ചു: അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ. ഞാൻ സഹോദരനെക്കുറിച്ച് പറയുന്ന കാര്യം അവനിലുണ്ടെങ്കിലോ? പ്രവാചകർ പറഞ്ഞു: ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്ത. ഉള്ള കാര്യമാണ് സഹോദരനെക്കുറിച്ച് താങ്കൾ പറഞ്ഞതെങ്കിൽ അതാണ് പരദൂഷണം. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്ത. ഇനി സഹോദരനെക്കുറിച്ച് അവനിലില്ലാത്ത കാര്യമാണ് പറഞ്ഞതെങ്കിൽ താങ്കൾ ചെയ്തിരിക്കുന്നത് അതിമാരകമായ തെറ്റു പ്രചരിപ്പിക്കലാണ്, കുറ്റം ചെയ്യലാണ്. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്. അതുകൊണ്ട് ബുദ്ധിശാലികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും അള്ളാഹു അതികർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പരദൂഷണമെന്ന തിന്മയിൽ വീണുപോവാതിരിക്കുക എന്നത് നമ്മുടെ മാന്യതയുടെ ഭാഗമാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. നിങ്ങളിലാരും മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത്, പരദൂഷണം പറയരുത്. മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ മാംസം തിന്നാൻ നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ? തീർച്ചയായും നിങ്ങളത് വെറുക്കും. നമുക്കല്ലാഹുവിനോട് കാവൽ തേടാം. ഒരാളെ പരദൂഷണം പറയുകയും അഭിമാനത്തിന് ക്ഷണം വരുത്തുകയും വഴി അയാളുടെ മാംസം ഭക്ഷിക്കുക എന്നത് അങ്ങേയറ്റം നീചമായ പ്രവർത്തനമാണ്, അതിമാരകമായ കുറ്റകൃത്യമാണ്. സത്യവിശ്വാസികളെ, പരദൂഷണം വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വലിയ ഗുരുതരമായ ആപത്തുകളാണ് വരുത്തിവെക്കുന്നത്. ഒരാളുടെ ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവരുടെ വീട്ടുകാരോട് പറഞ്ഞ ചില വാക്കുകളും, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അഭാവത്തിൽ അവരെക്കുറിച്ചു പറഞ്ഞ ചില വാക്കുകളും കാരണമായി എത്രയെത്ര വീടുകളാണ് തകർന്നുപോയത്, എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോയത്.
സഹോദരങ്ങളും രക്തബന്ധങ്ങളും നടത്തിയ ചില പരദൂഷണങ്ങളുടെ പേരിൽ വിച്ഛേദിക്കപ്പെട്ട കുടുംബങ്ങളും ബന്ധങ്ങളും എത്രയെത്രയാണ്. സ്വന്തം സഹപ്രവർത്തകരെക്കുറിച്ചും ജോലിയിടങ്ങളിലെ ഉത്തരവാദപ്പെട്ടവരെക്കുറിച്ചും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പരസ്പരം പറഞ്ഞ തെറ്റായ ചില വാക്കുകൾ കാരണം ദുർബലമായിത്തീരുകയും ശോഷിച്ചു പോവുകയും ചെയ്ത തൊഴിലിടങ്ങളും സാഹചര്യങ്ങളും എത്രയോ ഉണ്ട്. അങ്ങനെ പരദൂഷണം ഇന്ന് ഏവർക്കും പ്രിയപ്പെട്ട ഖനിയായി മാറിയിരിക്കുന്നു. സമൂഹത്തിൽ രൂഢമൂലമായ ശീലമായി മാറിയിരിക്കുന്നു. എല്ലായിടത്തും വേരുകളുള്ള ആപത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ പരസ്പര സഹകരണത്തിനു പകരം ഇന്നു പരസ്പര വെറുപ്പാണ്. സംഘബോധം ഇന്ന് ക്ഷയിച്ചു പോവുകയും തൊഴിലിടങ്ങളിൽ ഇടർച്ച വന്നുഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഫല്ലാഹുമ്മ ത്വഹിർ അൽസിനതനാ മിനൽ ഗീബ വഖുലൂബനാ മിനൽ ഗിൽ. അല്ലാഹുവേ, ഞങ്ങളുടെ നാവുകളെ നീ പരദൂഷണത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ വഞ്ചനയിൽ നിന്നും നീ സംശുദ്ധമാക്കണമേ. സത്യവിശ്വാസികളെ, എങ്ങനെയാണ് നമുക്ക് പരദൂഷണത്തിൽ നിന്ന് നമ്മുടെ നാവിനെയും മനസ്സിനെയും സംരക്ഷിക്കാനാവുക? അതിനുള്ള വഴി നാം എപ്പോഴും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചോർക്കുക. അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നതാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവനോടൊപ്പം ഒരുങ്ങി നിൽക്കുന്ന റഖീബും അതീദുമില്ലാതെ, നിരീക്ഷകരായ മലക്കുകളില്ലാതെ ഒരു വ്യക്തിയും ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഒരാളുടെ അഭാവത്തിൽ നാം ആരും ഒട്ടും ശ്രദ്ധിക്കാതെ നാം പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ വലിയ നാശത്തിനും ദുഃഖത്തിനും കാരണമായി മാറും. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിമാരിലൊരാൾ ഒരിക്കൽ അവരുടെ സഹോദരിയെക്കുറിച്ച് അവർ കുറിയവളാണ്, നീളം കുറഞ്ഞവരാണ് എന്ന് അവർ കേൾക്കാതെ പ്രവാചകരോട് പറഞ്ഞപ്പോൾ പ്രവാചകർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജത്ഹു. മറ്റൊരു സഹോദരിയെക്കുറിച്ച് താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കേവലമായ ആ ഒരു വാക്ക് കടലിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ വെള്ളം മുഴുവൻ മലിനമായി തീരുവാൻ ആ ഒരു വാക്കു മാത്രം മതിയെന്ന്. പരദൂഷണത്തിൽ നിന്നു വിട്ടുനിൽക്കാൻ മറ്റൊരു മാർഗം, നാം ഒരാളെക്കുറിച്ചു പറയുമ്പോൾ അത് ആ പറയപ്പെടുന്ന സഹോദരൻ കേൾക്കാനിടയായാൽ അയാൾക്കുണ്ടായേക്കാവുന്ന മാനസിക വിഷമത്തെക്കുറിച്ചും ഹൃദയവേദനയെക്കുറിച്ചും നാം ചിന്തിക്കുക എന്നതാണ്. മാത്രമല്ല, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ എന്നും ആലോചിക്കുക. താങ്കൾ സഹോദരനെക്കുറിച്ച് പറയുന്നത് പോലെ ഏതെങ്കിലും സഹോദരൻ താങ്കളെക്കുറിച്ച് പറയുന്നത് താങ്കൾ ഇഷ്ടപ്പെടുമോ? ഇനി ഉത്തരം അതിഷ്ടമല്ല എന്നാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുക. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: താങ്കളുടെ സഹോദരൻ താങ്കളിൽ നിന്ന് മറഞ്ഞുപോയാൽ നിങ്ങളെക്കുറിച്ച് അവരെന്തു പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമാത്രം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ വിഷയത്തിൽ എന്തുപേക്ഷിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സ്വന്തം സഹോദരന് വേണ്ടി നമ്മളും ഉപേക്ഷിക്കുക. ഇനി നമ്മളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ പരദൂഷണം നടക്കുന്നുവെങ്കിൽ നാം അതിൽ പങ്കാളികളാവുകയോ അതിനോട് താദാത്മ്യപ്പെടുകയോ ചെയ്യരുത്. കവി പാടിയിട്ടുള്ളതുപോലെ, നീചനായ ഒരാൾ പരദൂഷണം പോലെ വെറുക്കപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ താങ്കൾ അതിനോട് സഹകരിക്കുന്നുവെങ്കിൽ താങ്കളും ആ നീചനായ കൂട്ടുകാരനും ഒരുപോലെയാണ്. മറിച്ച് അത്തരം സന്ദർഭങ്ങളിൽ സഹോദരൻ്റെ അഭിമാനം സംരക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്: മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഒരാളുടെ സഹോദരൻ്റെ അഭിമാനം ആര് പ്രതിരോധിക്കുന്നുവോ അവൻ്റെ മുഖം അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് അല്ലാഹു പ്രതിരോധിക്കുമെന്ന്. ഇനി താങ്കളിൽ നിന്ന് ഒരു പരദൂഷണം സംഭവിക്കുകയും അത് താങ്കളുടെ കൂട്ടുകാരൻ അറിയുകയും ചെയ്താൽ അവനോട് മാപ്പപേക്ഷിക്കുകയും വിട്ടുവീഴ്ച അഭ്യർത്ഥിക്കുകയും ചെയ്യുക. അതു സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിനോട് താങ്കൾക്കു വേണ്ടി പൊറുക്കലിനെ തേടുക, ആ കൂട്ടുകാരനു വേണ്ടിയും ഇസ്തിഗ്ഫാർ ചെയ്യുക.
അവനെക്കുറിച്ചു പരദൂഷണം പറഞ്ഞതുപോലെ അവൻ്റെ നന്മകൾ പരമാവധി ഓർക്കുകയും പറയുകയും ചെയ്യുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇപ്പോഴേ ഉടമ്പടി ചെയ്യുക. അങ്ങേയറ്റം നീചമായ ഈ ഗുണം നമ്മളിലുണ്ടാവില്ല എന്ന്. അള്ളാഹുവിനോട് നാം വന്നുപോയതിന് പാപമോചനം തേടുക. നമ്മുടെ നാവിനെ നാം സംരക്ഷിക്കുമെന്ന് നാം ശപഥം ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ഈ നല്ല പാഠം നാം പഠിപ്പിക്കുക. അങ്ങനെ മാത്രമാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയും സമൂഹത്തിൻ്റെ സംരക്ഷണവും സാധ്യമാവുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.